ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു ഷൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് പ്യൂമയുടെ തന്നെ പാർക്ക് എഡിഷനിൽ വരുന്ന ഷൂ ആണ്. നിങ്ങളിതിൻ്റെ അൺബോക്സിംഗ് കൂടി ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇവനാണ് നമ്മുടെ ആ ഷൂ. കണ്ടോ, ഇത് ജസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു, ഒരു 1 day യൂസ് ഞാൻ ചെയ്തായിരുന്നു ഈ ഷൂ. അപ്പോൾ എനിക്ക് എൻ്റെ യൂസർ എക്സ്പീരിയൻസും ഫസ്റ്റ് ഇംപ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന് പറഞ്ഞുതരാം, ഇതിൻ്റെ പ്രോസും കോൺസും കാര്യങ്ങളൊക്കെ. നമുക്കാദ്യം ഷൂവിൻ്റെ മെറ്റീരിയൽ സൈഡ് നമുക്ക് നോക്കാം. ബേസിക്കലി ഇത് വരുന്നത് 50% റീസൈക്കിൾ പ്രോഡക്റ്റാണ് ഇതിൻ്റെ അപ്പർ സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ 10% റീസൈക്കിൾ പ്രോഡക്റ്റാണ് ഇതിൻ്റെ ബോട്ടം സെക്ഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോംബോ വരുന്നത് ബ്രൗൺ ആണ്. ബേസിക്കലി നോൺ മാർക്കിംഗ് സോളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളറും ഒരു ആഷ് കളറും ആണ് നമ്മുടെ ഷൂവിൻ്റെ കളർ കോംബോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ടാകും, ഇതൊരു ടൈപ്പ് ഓഫ് ലെതറാണ്. ഈ ടൈപ്പ് ഓഫ് ലെതറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഷൂ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ലെതർ വന്നുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, അതുപോലെ തന്നെ മഴക്കാലത്ത് ഉപയോഗിക്കാനും സാധിക്കില്ല. മഴക്കാലത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും കെയർ ചെയ്യണം. അതുപോലെ തന്നെ വെള്ളമായിട്ടുള്ള തുണി കൊണ്ടൊന്നും തുടയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു പറയുന്നത് വെറ്റില്ലാത്ത തുണി കൊണ്ട് ഇത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കളയാണെന്ന് നമുക്ക് ഓപ്ഷനുള്ളൂ. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ സജസ്റ്റ് ചെയ്യുന്നത് അത് മാത്രമാണ്. അപ്പോൾ കെയർ ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷൂ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പുറത്ത് എക്സ്റ്റേണലായിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ നിങ്ങൾക്ക് വാങ്ങേണ്ട ഷൂ ക്ലീനറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം. പിന്നെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഷൂ ഭയങ്കര ഇഷ്ടമായി, സത്യം പറയുകയാണെന്ന് വെച്ചാൽ. കാരണം ഞാൻ ഇതിൻ്റെ വേറെ എഡിഷനാണ് നോക്കിയിരുന്നത്, പ്യൂമ പാരമാറോ എഡിഷനാണ് നോക്കിയിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാനത് വാങ്ങിയില്ല. ബേസിക്കലി ഞാൻ വാങ്ങിയതല്ല കേട്ടോ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് ബർത്ത്ഡേക്ക്. ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. സത്യം പറഞ്ഞാൽ ഒരു ബോയ് എന്ന നിലയ്ക്ക് ഒരു ബോയ്സിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ലൈക്ക് കാറ്, ബൈക്ക്, ഷൂ. മെയിനായിട്ട് ഈ 3 കാര്യങ്ങളാണ് അവരുടെ മെയിനുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷൂ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതുപോലെ തന്നെ ഇത് ബേസിക്കലി ഈ ഷൂ മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഫോർ ഈ സ്കേറ്റേഴ്സ് ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനാണ് ഈ ഷൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം ഫ്ലാറ്റ് അടിഭാഗമാണ് വരുന്നത്. ഇതിൻ്റെ സ്കേറ്റേഴ്സ് കൂടുതൽ ഫ്ലാറ്റ് ഷൂ ആണ് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ നോൺ മാർക്കിംഗ് ഷൂ ആണിത്, അതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സി യു അറ്റ് ദ പാർക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഞാൻ 1 day യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. സോ ബേസിക്കലി ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് സ്കേറ്റേഴ്സിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഷൂ. ഇടുമ്പോൾ നമുക്ക് ഒരു പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെ ഫീലാണ് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇടുമ്പോൾ. പക്ഷേ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് വേറെ കാര്യം. കാരണം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് സാധാരണ ഷൂ മടങ്ങുന്നത് ഈ ഒരു സൈഡിലാണ്, പക്ഷേ ഇത് മടങ്ങൽ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ മൂവ് ചെയ്യാൻ കാല് മടക്കി നമുക്ക് നടക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കാല് നല്ല പെയിൻ വരും. ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് യൂസാണ്, അതിലെനിക്ക് ഫീൽ ആയതാണത്. ഒരു പക്ഷേ ഇട്ടിട്ട് ശീലമായി കഴിഞ്ഞാൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം കൂടെ എനിക്ക് ഹാപ്പിയാണ് ഞാൻ ഷൂ. അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് കൂടി ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ലൈസ് ഹോൾസ് കണ്ടോ, ജസ്റ്റ് ഒരു 5 holes മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഷൂ നമുക്ക് നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല. നമ്മളെത്ര കൂട്ടിയാലും ഷൂ നടക്കുന്ന സമയത്ത് ഓടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തെന്നി വരാൻ ചാൻസ് കൂടുതലാണ്. മേ ബി നല്ല പ്രോപ്പറായിട്ടുള്ള സോക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ ലേസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഈ ഒരു ലേസ് കണ്ടാ ഭയങ്കര വീതിയുള്ള ഭയങ്കര ബൾക്കിനെസ് തോന്നിപ്പിക്കാനുള്ള ലേസാണിത്. കാരണം ഈ ഷൂ മെയ്ഡ് ചെയ്തിട്ടുള്ളത് തന്നെ ഒരു ബൾക്കി ഫീലിന് വേണ്ടിയിട്ടാണ്. ഇത് 9 ആണ് സൈസ് വരുന്നെങ്കിൽ പോലും എൻ്റെ ബാക്കിയുള്ള ഷൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നീളം അത്ര ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ബൾക്കിനെസ് ഉണ്ട്. കാരണം നമുക്ക് വിഷ്വലി ഇതൊരു ഇല്യൂഷൻ എഫക്റ്റ് ഇത് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഷൂവിൽ. പിന്നെ വരുന്നത് ബാഡ്ജിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്യൂമയുടെ ബാഡ്ജിങ്, പിന്നെ ഇവിടെ ഒരു പ്യൂമയുടെ ബാഡ്ജിങ് വിത്ത് ലോഗോ, പിന്നെ ഇവിടെ ഒരു ലോഗോ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് ആണ് വരുന്നത് ഷൂ പ്യൂമയുടെ. സോ പിന്നെ വരുന്നത് ലൈസിൻ്റെ നീളം.
ഇതിന് എത്ര നീളമുണ്ട്. ഈവൻ ലൈസ് മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷം ലൈസിന് ഇത്ര നീളം വരുന്നുണ്ട്. നമ്മൾ കെട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക, അതേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഈ ഒരു ഹോൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മടങ്ങിയിരിക്കാൻ പറ്റില്ല. ലൈക്ക് പ്രോപ്പറായിട്ട് കാലിലിട്ടിട്ട് നമുക്ക് ഓടുന്ന സമയത്ത് ഒരു പക്ഷേ ഷൂവിന് നമ്മുടെ കാലിൽ തിന്നി വീഴാം. പിന്നെ ഈ ഒരു നമ്മൾ വേറെ അഡീഷണൽ ലേസ് കെട്ടാൻ നോക്കി വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ നമ്മുടെ ലൈക്ക് ചില നൈക്കി ഷൂസിൻ്റെ ആണല്ലോ ഇത്രയൊരു ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഷൂടുണ്ട്. അപ്പോൾ അങ്ങനെ ഇടാൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ലാസ്റ്റ് ഹോൾ വരുന്നത് ഇതാവും, ലൈക്ക് നമ്മൾ മൊത്തം കവർ ചെയ്യണത്. പിന്നെ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കും. ആ ടൈമിലും നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റില്ല, കാരണം കാല് അതിൻ്റെ ഉള്ളിൽ നിന്ന് തെന്നാൻ ചാൻസ് കൂടുതലാണ്. ടോട്ടലി എനിക്ക് ഈ ഷൂ ഭയങ്കര ഇഷ്ടമായി. നമുക്കൊരു നോർമൽ ഒക്കേഷനിലൊക്കെ നമുക്ക് ഇട്ട് നടക്കാം, അല്ലാതെ ഡെയിലി യൂസിനുള്ള ലെവലിൽ ഇടാനേ പറ്റില്ല. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഡെയിലി യൂസിന് പകരം ഒരു ഒക്കേഷനിലൊക്കെ അധികം വാക്കിംഗ് ഇല്ലാത്ത ഒക്കേഷനിൽ നമുക്ക് ഈ ഒരു ഷൂ ഉപയോഗിക്കാം. അതിനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഷൂ. അപ്പോൾ അതാണ് ഷൂവിനെ കുറിച്ച് പറയാനുള്ളത്. മിന്ത്രയിൽ നിന്നാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഏകദേശം 7,000 റുപ്പീസിൻ്റെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ഞാൻ 3,500 റുപ്പീസിൻ്റെ അടുത്താണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. ലൈക്ക് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണെങ്കിൽ പോലും ഞാൻ അത് സെർച്ച് ചെയ്തായിരുന്നു അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഏകദേശം 3,500 റുപ്പീസിനാണ് ഇത് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മിന്ത്രയുടെ ലിങ്കും അതുപോലെ ആമസോണിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം മിന്ത്രയിലും ആമസോണും പ്യൂമ ഡയറക്റ്റ്ലിയാണ് സെല് ചെയ്യുന്നത്. സോ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഷൂ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്യൂമയെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഷൂ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം ആ വീഡിയോ ലൈക്ക് ആ ഷൂവിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യുന്നതാണ്. സോ ബൈ.